ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. മമ്പാട് പുലിസാന്നിധ്യം കണ്ടെത്തിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് AP അനിൽകുമാർ MLA. തിങ്കളാഴ്ച ചേർന്ന സഭാ സമ്മേളനത്തിലെ ചോദ്യോത്തരവേളയിലാണ് വന്യമൃഗശല്യത്തെക്കുറിച്ച് AP അനിൽകുമാർ MLA ചോദ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മമ്പാട് എളമ്പുഴയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും തൊട്ടുപിന്നാലെ മമ്പാട് നടുവക്കാട് വെച്ച് ബൈക്ക് യാത്രികന് നേരെ പുലിയുടെ ആക്രമണവും ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് AP അനിൽകുമാർ MLA നിയമസഭയിൽ ചോദ്യമുന്നയിച്ചത്. എന്റെ നിയോജകമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ എളമ്പുഴ നടുവക്കാട് ഭാഗങ്ങളിൽ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സർ ഒരു ബൈക്ക് യാത്രികനെ കയറി ആക്രമിക്കുകയും ചെയ്തു. സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ്. അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായി സർ പറയുന്നു. സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ എന്റെ ചോദ്യം സർ, സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിന്റേതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം, അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരുമെന്ന് പറയുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? മമ്പാട് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുവെച്ച് പുലിയെ പിടികൂടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് ചോദ്യത്തിന് മറുപടിയായി വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഗുണമാണ് ഇവിടെ ഉണ്ടായത്. നാളുകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ്. രണ്ടാമത്തത്, വന്യമൃഗങ്ങൾക്ക് ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിന്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ 10 പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേനൽ ചൂട് വർദ്ധിക്കുന്നത് കാരണം വനത്തിനകത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും ഇത് കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തടയാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും വനമന്ത്രി മറുപടി നൽകി. വെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള ക്ഷാമം പരിഹരിക്കാൻ വനത്തിൽ കുളങ്ങൾ കുഴിക്കുവാനും തടയണകൾ പണിയുവാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്തുവാനും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം ന്യൂസ്, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.